ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ ആൻഡ് സ്മാർട്ട് ഗ്രിഡ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു. ഇനി നമ്മൾ അതിൻ്റെ പിന്നെ കോറായിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ അതിൻ്റെ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂൾ അതിൽ നമുക്ക് കാണാൻ പറ്റുക ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ല, ഇതും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു പാർട്ടാണെന്ന് നമുക്ക് കാണാം. ഹൗ വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ സിസ്റ്റം ടു ദി ഗ്രിഡ് എന്നുള്ളതാണ്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ സിസ്റ്റത്തെ നമ്മൾ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്ന്. ദെൻ റിഗാർഡിംഗ് ദി കൺസെപ്റ്റ് ഓഫ് മൈക്രോഗ്രിഡ് അല്ലെ, മൈക്രോഗ്രിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള മൈക്രോഗ്രിഡിൻ്റെ കോൺഫിഗറേഷൻ 2 ടൈപ്പാണ്, AC ആൻഡ് DC മൈക്രോഗ്രിഡ്. മൈക്രോഗ്രിഡ്സിൻ്റെ ഇൻ്റർ കണക്ഷനെ പറ്റിയാണ്. ദെൻ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോഗ്രിഡ്. ദെൻ ദി ചാലഞ്ചസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോഗ്രിഡ്. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുന്നതാണ്. നമ്മുടെ ഒരു ഇലക്ട്രിക് ഗ്രിഡിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു എവല്യൂഷൻ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മുടെ പവർ സിസ്റ്റം ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഇലക്ട്രിക് ഗ്രിഡിൻ്റെ. ദെൻ സ്മാർട്ട് ഗ്രിഡിൻ്റെ ഒരു ഡെഫിനിഷൻ. ഇനി സ്മാർട്ട് ഗ്രിഡ് എത്രത്തോളം നമുക്ക് ആവശ്യമാണ്, നീഡ് ഫോർ എ സ്മാർട്ട് ഗ്രിഡ്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, ചാലഞ്ചസ് ആൻഡ് ബെനിഫിറ്റ്സ്. നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ ഒരു കൺട്രിയിൽ എനർജി കൺസംഷൻ നോക്കിക്കഴിഞ്ഞാൽ 33% ഓഫ് ദി കൺസംഷൻ ഫ്രം ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കൺസംഷനും, 29% റെസിഡൻഷ്യലും, 26% ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, 9% ഫോർ സർവീസസ്, 3% ഫോർ അതേഴ്സ്. ഇനി എനർജി പ്രൊഡക്ഷൻ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കൂടുതലും കോളാണ്. 40% കോളാണ്, 23% നാച്ചുറൽ ഗ്യാസ് ആണ്, 16% ലാർജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്സുകളും, 11% ന്യൂക്ലിയർ ആയിട്ടുള്ള സിസ്റ്റവും, 5% ഓയിൽ ആൻഡ് 5% റിന്യൂവബിൾ എനർജി 5% ആണെന്ന് പറയാം. നൗ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലും നമുക്ക് ഡേ ബൈ ഡേ ദർ ഈസ് സം കൺസേൺസ് ഓവർ ദി എൻവിറോൺമെന്റ് ആൻഡ് എൻവിറോൺമെന്റിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാലും എനർജി ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ആദ്യം കാണിച്ചിരിക്കുന്ന കൺസംഷൻ എന്ന രീതിയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. എനർജി ഡിമാൻഡ് ഓരോ സമയത്തും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ എനർജി പ്രൊഡക്ഷൻ അത്രത്തോളം നമുക്ക് ചെയ്യാനും പറ്റുന്നില്ല അല്ലേ. ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് എപ്പോഴും നമുക്ക് ദർ വിൽ ബി ഹാവിങ് സം ഇഷ്യൂസ് ഓൾവേസ്. നൗ റിഗാർഡിങ് സെൻട്രലൈസ്ഡ് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ. ഇപ്പോൾ നമുക്കറിയാം സെൻട്രലൈസ്ഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കുള്ള ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റം സെൻട്രലൈസ്ഡ് ആണ്. പവർ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ് നമ്മളെ കംപ്ലീറ്റ് കൺട്രിയിലുള്ള ഈ ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. അതേപോലെ നമ്മൾ ഓരോ സ്റ്റേറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ KSEB ആണ് നമ്മുടെ ഒരു പവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ എല്ലാ പവർ ജനറേഷൻ എല്ലാം സെൻട്രലൈസ്ഡ് ആണെന്ന് പറയാം. അതേസമയം ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ എന്ന് പറയുമ്പം അത് ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും. എപ്പോഴും ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്കോ അത് കോൺസെൻട്രേറ്റഡ് ആയിരിക്കില്ല ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നൗ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ സിസ്റ്റത്തിൽ സാധാരണ ഉപയോഗിക്കുന്നത് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആണ് അല്ലേ. നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാന്റ് ആയിട്ട് നമ്മൾ ജനറേഷൻ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആയിരിക്കും. സോളാർ എനർജി, വിൻഡ് എനർജി, ഫ്യൂവൽ സെൽസ്, പിന്നെ കമ്പൈൻഡ് ഹീറ്റ് ആൻഡ് പവർ പ്ലാന്റ്സ്, CHP പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമ്മളതിൽ ഇത് ഓരോന്നായിട്ട് നമ്മൾ ഈ CHP പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നമ്മുടെ ഒരു സിലബസിൽ ഇത് ഓരോന്നായിട്ട് ഈ എനർജി സോഴ്സസ് ഓരോന്നായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കമ്പൈൻഡ് ഹീറ്റ് ആൻഡ് പവർ പ്ലാന്റ്, അതേപോലെ ബയോഗ്യാസ്, മൈക്രോ ടർബൈൻ, സ്റ്റെർലിങ്സ് എഞ്ചിൻ, ഇത്രയാണ് നമ്മൾ അതിൻ്റെ റിന്യൂവബിൾ ആയിട്ടുള്ള നമ്മൾ സാധാരണ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന നമ്മൾ എടുക്കുന്ന റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ സിസ്റ്റംസ് ഒരിക്കലും എന്തല്ല സെൻട്രലി പ്ലാൻഡ് അല്ല സെൻട്രലി ഡിസ്പാച്ച്ഡ് ബൈ എ പവർ യൂട്ടിലിറ്റി. അതുപോലെ നമ്മൾ പവർ ഗ്രിഡ് എന്നൊക്കെ പറയും പോലെ ഒരു സെൻട്രലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കില്ല, അല്ലെങ്കിൽ സെൻട്രലി ഡിസ്പാച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കില്ല. അതിൻ്റെ ഒരു നോർമലി ഉള്ള ജനറേഷൻ 50 മെഗാവാട്ടിനേക്കാളും കുറവായിരിക്കും. ഇറ്റ് ഈസ് യൂഷ്വലി കണക്റ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ അത്
ഡയറക്ട്ലി കണക്റ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണ്. മീൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ വേർഡാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജനറേഷൻ ദെൻ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. എന്ന് പറയുമ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലേക്ക് ഡയറക്ട്ലി കണക്റ്റഡ് ആണ് ഈ ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെ? എന്തില്ല, ട്രാൻസ്മിഷൻ അതിൻ്റെ ഇടയിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 230/415 വോൾട്ട് അപ് ടു 145 kV വരെ എന്നാണ് പറയുന്നത്, അല്ലെ? ആ ഒരു സിസ്റ്റത്തിലേക്ക്. അതേസമയം ട്രാൻസ്മിഷൻ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അപ് ടു 765 kV വരെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും പിന്നെ നമ്മൾ മോഡേൺ അൾട്രാ ഹൈ വോൾട്ടേജ് എന്നൊക്കെ പറയുന്ന അത്രയും കൂടിയ വോൾട്ടേജ് ലെവലിലേക്ക് ഒരിക്കലും വരില്ല. മാക്സിമം വരുന്നതാണ്. നോർമലി നമ്മളൊരു സെക്കൻഡറി നമ്മളെ കൺസ്യൂമേഴ്സിന്റെ പിന്നെ അടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്ന ഈ 230/415. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലേക്ക് എന്തായിരിക്കും, ഈ പറയുന്ന ജനറേഷൻ സിസ്റ്റം ഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കും. ഇനി അതിന്റെ ചില ഫീച്ചേഴ്സ് ആണ് ഇന്റഗ്രേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ ജനറേഷൻ ടു ഗ്രിഡ്. അതായത് ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രിഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടർ ജനറേഷൻ സിസ്റ്റത്തെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ ജനറേഷൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞു റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതുപോലെ സോളാർ, വിൻഡ്, അതേപോലെ CHP പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ഒരു നമ്മളെ ഫോസിൽ ഫ്യൂവലിന്റെ ഒരു ഡിപ്ലീഷനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. അതേപോലെ ക്ലീൻ ആൻഡ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. എൻവിറോൺമെന്റൽ പൊല്യൂഷനെ നമുക്ക് കുറക്കാം, പിന്നെ ഗ്ലോബൽ വാർമിങ്ങിനെ നമുക്ക് കുറക്കാൻ പറ്റും, ഓവറോൾ എഫിഷ്യൻസിയെ കൂട്ടാൻ പറ്റും. നേരത്തെ പറഞ്ഞു ട്രാൻസ്മിഷൻ സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞു, ജനറേറ്റ് ചെയ്ത് ഡയറക്ട്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ട്രാൻസ്മിഷൻ ലോസസിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം. ഡിസ്ട്രിബ്യൂഷൻ ലോസസിനെ ഒരു പരിധി വരെ നമുക്ക് കുറക്കാം. T&D ലോസസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി നമുക്ക് യൂട്ടിലിറ്റി ഗ്രിഡിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാം. മൈക്രോ ഗ്രിഡ് കണക്റ്റഡ് ടു യൂട്ടിലിറ്റി ഗ്രിഡ്. മൈക്രോ ഗ്രിഡ് എന്ന് പറയുന്നത് ഈ ഒരു അതിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ളതാണ് ഈ ഡിസ്ട്രിബ്യൂട്ടർ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ഗ്രിഡിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും നമ്മൾ പറയും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ ജനറേഷൻ സിസ്റ്റത്തെ നമ്മളൊരു പിന്നെ ഇന്നത്തെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും എന്ന് പറയുമ്പോൾ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ നമുക്ക് ഈ മൈക്രോ ഗ്രിഡിനെയും ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് നമ്മളെ എക്സിസ്റ്റിംഗ് ഗ്രിഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അതെപ്പോഴും സ്മോൾ കപ്പാസിറ്റി ഉള്ള യൂണിറ്റ്സ് ആയിരിക്കും. ഇനി ഓവറോൾ റിലയബിലിറ്റി അല്ലെങ്കിൽ പവർ ക്വാളിറ്റി ഓഫ് യൂട്ടിലിറ്റി ഗ്രിഡ്, ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രിഡിന്റെ ഓവറോൾ ക്വാളിറ്റിയെ നമുക്ക് കൂട്ടാം. പിന്നെ ഫോർ ദി ഗ്രിഡ് കണക്റ്റഡ് ആൻഡ് സ്റ്റാൻഡ് അലോൺ ഓപ്പറേഷൻസ് ഓഫ് മൈക്രോ ഗ്രിഡ്. നൗ എന്താണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ളതാണ് നമ്മളിപ്പം പറഞ്ഞ അതേ പോയിന്റ്സിന് ഒന്നും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. വൈ വി ആർ അല്ലെ ഈ ഡിസ്ട്രിബ്യൂട്ടർ ജനറേഷൻ എന്തിനാണ് അല്ലെങ്കിൽ എന്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രിഡിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കൽ, എക്കണോമിക് ആൻഡ് എൻവിറോൺമെന്റൽ ബെനിഫിറ്റ്സ് ആർ ദർ ഫോർ ദിസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്. നമുക്കറിയാം ലോഡ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? നമുക്ക് എപ്പോഴും റിക്വയർമെന്റ്, നമ്മളൊരു കൺസംഷൻ എന്ന് പറയുന്നത് കൂടുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് പവറിനെ ജനറേറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ ഫോസിൽ ഫ്യൂവൽ, അതേ സമയത്ത് തന്നെ ഈ ഫോസിൽ ഫ്യൂവൽ റിസർവ് നമ്മൾ സാധാരണ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് നമ്മളെ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഇൻപുട്ടിന്റെ ഒരു ഡിപ്ലീഷനും സംഭവിക്കുകയാണ്. രണ്ടും പാരലലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺസംഷൻ കൂടുകയാണ്, റിക്വയർമെന്റ് നമ്മളെ ഡിമാൻഡ് കൂടുകയാണ്. അതേസമയം ഡിപ്ലീഷൻ ഈ ഫോസിൽ ഫ്യൂവലിന്റെ കാര്യത്തിൽ അത് കുറയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഒരു നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആണ് ഇതിനൊരു ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആണെന്ന് പറയാം. പിന്നെ എന്താണ്, എൻവിറോൺമെന്റൽ പൊല്യൂഷനെ കുറക്കാം, ഗ്ലോബൽ വാർമിംഗ് ഇതിനെയൊക്കെ നമുക്ക് കുറക്കാം. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോയിന്റിനെ ഒന്നും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലീൻ പവർ ആണ്, എൻവിറോൺമെന്റൽ ഇമ്പാക്റ്റ് കുറവാണ്. അതേപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ സ്കോപ്പ് ഫോർ കോ ജനറേഷൻ, ട്രൈ ജനറേഷൻ ഓർ CHP. ഈ CHP പ്ലാന്റ് എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. കമ്പൈൻഡ് ഹീറ്റ് ആൻഡ് പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ സമയത്ത് ഹൈ ടെമ്പറേച്ചറിലുള്ള ഹീറ്റിനെയും എനർജിയെയും അതേപോലെ പവറിനെയും, ഈ ഇലക്ട്രിക്കൽ പവറിനെയും ഹീറ്റിനെയും, ആ ഹീറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും കൂടെ അത് ജനറേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഈ കോ ജനറേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഒരു മെയിൻ ജനറേഷൻ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഹീറ്റിനെയും കൂടെ ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലാന്റുകളാണ് CHP പ്ലാന്റ് എന്ന് പറയുന്നത്. ട്രൈ ജനറേഷൻ എന്ന് പറഞ്ഞ് ഇതിന്റെ ഒന്നും കൂടെ ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് CCHP എന്ന് പറയുന്നത്. കമ്പൈൻഡ് കൂളിംഗ് ഹീറ്റിംഗ് ആൻഡ് പവർ എന്നാണ്. എന്ന് വെച്ചാൽ കൂളിങ്ങിനെയും ഹീറ്റിനെയും അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ പവറിനെയും ജനറേറ്റ് ചെയ്യുന്ന
ടൈപ്പ്. അപ്പോൾ ഈ DG എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ, ഇതിനൊക്കെയുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ CHP പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നതോടുകൂടെ കോ ജനറേഷൻ, ട്രൈ ജനറേഷൻ അല്ലെ, ഈ CHP പ്ലാന്റ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഫോർ ഇൻഡസ്ട്രിയൽ, ഡൊമസ്റ്റിക് ഓർ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻ. ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദി പ്ലാന്റ് കൂട്ടുകയാണ്, തെർമൽ പൊല്യൂഷനെ കുറക്കുകയാണ് അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ തെർമലി ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ കുറക്കുന്നതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, തെർമൽ പൊല്യൂഷൻ ടു ദി എൻവിറോൺമെന്റ് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഈ DER നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ കപ്പാസിറ്റിയിലുള്ള യൂണിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ലൊക്കേറ്റഡ് ടു നിയർ ടു ലോഡ്, അതായത് നമ്മൾ ലോഡ് അല്ലെ കൺസ്യൂമറിന്റെ അടുത്തായിക്കൊണ്ടാണ് ഇത് എപ്പോഴും ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് ഹീറ്റ്, ഞാൻ പറഞ്ഞു CHP പ്ലാന്റ് വേസ്റ്റ് ഹീറ്റിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് പിന്നെ ലോങ് ഡിസ്റ്റൻസിലേക്ക് അതിനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് എക്കണോമിക്കൽ അല്ല. അതുകൊണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് ഇതിനെ കൺസ്യൂമർ ആൻഡ് നിയറർ ആയിട്ടുള്ള ക്ലോസ് ടു ദെയർ ഹീറ്റ് ലോഡ്സ് ആയതുകൊണ്ട് അതിനെ, അതായത് ഈ ഡിസ്ട്രിബ്യൂട്ടർ സോഴ്സസിനെ നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള സൈറ്റ്സ് കിട്ടുക എന്ന് പറയുന്നത്, അതായത് എവിടെയാണോ നമുക്ക് വെക്കേണ്ടത് അത് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് കൺസ്ട്രക്ഷൻ ടൈം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വളരെ കുറവായിരിക്കും. മനസ്സിലായില്ല? അതായത് ഡിസ്ട്രിബ്യൂട്ടർ ജനറേഷന്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് വെരി ക്ലോസ് ടു ദി ഹീറ്റ് ലോഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യാം നിയർ ടു ദി കൺസ്യൂമർ. അതേപോലെ അതാണ് അടുത്ത പോയിന്റ്, ഫിസിക്കൽ പ്രോക്സിമിറ്റി ഓഫ് ലോഡ് ആൻഡ് സോഴ്സ് ഓൾസോ റെഡ്യൂസസ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വളരെ അടുത്തായതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസസിനെ കുറക്കാൻ പറ്റും. ലോ വോൾട്ടേജ് ലെവലിലാണ് ഇതിനെന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് യൂട്ടിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 434 ഇപ്പോൾ നമ്മൾ 230/415 വോൾട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ലെവൽ വോൾട്ടേജ് എങ്കിൽ ആ ഒരു ലെവലിലാണ് നമ്മൾ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ലെവലിൽ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതേസമയം നമ്മൾ സാധാരണ ഒരു യൂട്ടിലിറ്റി ഗ്രിഡ് എന്ന് പറയുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന 11 kVയിലായിരിക്കും, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിനേക്കാളും കൂടിയ വോൾട്ടേജിലായിരിക്കും. അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. പക്ഷേ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ലോ വോൾട്ടേജ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് ലെവലായതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ മൈക്രോ ഗ്രിഡിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കണക്റ്റഡ് ടു യൂട്ടിലിറ്റി ആസ് എ സെപ്പറേറ്റ് സെമി ഓട്ടോണമസ് എൻറ്റിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത് ഗ്രിഡ് കണക്റ്റഡ് ഓപ്പറേഷൻസ് ഓഫ് DER ഹെൽപ്പ് ഇൻ ജനറേഷൻ ഓഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജനറേഷൻ സിസ്റ്റം കൂടുതലായിട്ട് പവറിനെ അല്ലെ അതിനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി ഉള്ളതിന്റെ കൂടെ കൂടുതൽ ആഡ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ പവർ ക്വാളിറ്റി, റിലയബിൾ ആയിട്ടുള്ള പവറിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. Then deregulated environment and open access to distribution network provides greater opportunities എന്ന് പറയുമ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും കൂടുതൽ റെഗുലേറ്റഡ് ആണ് എപ്പോഴും അല്ലേ. നമ്മുടെ ഒരു കൺസംഷൻ ആയി കഴിഞ്ഞാലും എന്ത് കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൽ നമ്മുടെ റോള് വളരെ കുറവാണ്. അതേസമയം ഡീറെഗുലേറ്റഡ് എന്ന് പറയുമ്പോൾ അത്രത്തോളം നമുക്ക് റെഗുലേഷൻസ് ഇല്ലാത്ത ഒരു എൻവറോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൺസ്യൂമേഴ്സിന് കൂടുതൽ ഒരു റോള് വരികയാണ്. വി ആർ ഹാവിങ് സം ഓപ്പൺ മോർ ആക്സസ് ടു ദി ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. നൗ അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു പോയിന്റ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷൻ, ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഒരു നെറ്റ്വർക്കിലേക്ക്, ഒരു ഗ്രിഡിലേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ സിസ്റ്റത്തെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ആക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പാസീവ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അപ്പോൾ പാസീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു യൂണി ഡയറക്ഷനിലായിട്ടുള്ള പവർ ഫ്ലോ ആണ്, യൂട്ടിലിറ്റി ഗ്രിഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതേസമയം ആക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ബൈ ഡയറക്ഷണൽ പവർ ഫ്ലോ വരുന്നതാണ്. ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രിഡ് എന്ന് പറയുന്നത് ഇപ്പം എന്താണ്, കംപ്ലീറ്റ്ലി അത് പാസീവ് ഡിസ്ട്രിബ്യൂഷൻ, ഒറ്റ ഫ്ലോ ഓഫ് ഡയറക്ഷൻ ആണ്. അതേസമയം ഇത് ആക്റ്റീവ് ആവുന്നതോടുകൂടെ ഒരു ബൈ ഡയറക്ഷണൽ ഫ്ലോ വരികയാണ്. അത് കൂടുതൽ ഇന്റലിജന്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്യപ്പെടുകയാണ്. എല്ലാം നമുക്ക് എന്ത് ചെയ്യാണ്, വളരെ സ്മാർട്ട് ആയിട്ടുള്ള കൺട്രോൾ വരികയാണ്. ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റ്, അതായത് നമ്മുടെ കൺസംഷൻ അനുസരിച്ച്, ഡിമാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ കൺസ്യൂമേഴ്സ് ആണ്, നമ്മുടെ ഒരു നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പവർ കൺസംഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ലൈവായിട്ട് ഇതിനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യാറ്. യൂണി ഡയറക്ഷണൽ ഇലക്ട്രിസിറ്റിയെ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഈ ബൈ ഡയറക്ഷനായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ, ബൈ ആഡിങ് DG യൂണിറ്റ്സ്. അതിനൊരു എക്സാമ്പിൾ റീവയറിംഗ് ബ്രിട്ടൻ എന്ന് പറഞ്ഞു. ബ്രിട്ടനിലുള്ള ഒരു പ്രാക്ടിക്കലി
അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ രീതിയിൽ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനെ കൂടുതലായിട്ട് എംപ്ലോയ് ചെയ്തുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ജനറേഷൻ സിസ്റ്റത്തെ DG കൂടുതലായിട്ട് എംപ്ലോയ് ചെയ്തുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള പവറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെ ഇൻക്രീസിങ് ഡിസയർ ഓഫ് പോളിസി മേക്കേഴ്സ് ഫോർ അക്കോമഡേഷൻ ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ് വിത്ത് എനർജി സ്റ്റോറേജ്. അത് കൂടുതൽ ആൾക്കാർക്ക് ഇതിലൊരു ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. അതേപോലെ തന്നെ കാർബൺ കമ്മിറ്റ്മെന്റ് എമിഷൻസിന് നമുക്ക് 50% ഇപ്പോൾ ഉള്ളതിൻ്റെ 50%ഓളം 2050 കുറക്കാമെന്നാണ് പറയുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് സോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുന്നതോടുകൂടെ. ഇനി പിന്നെ കൂടുതൽ മോട്ടിവേറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓപ്പറേറ്റേഴ്സ്, അതായത് കൂടുതൽ ആൾക്കാർക്ക് ഇതിലൊരു ചാൻസസ് വരുന്നതോടുകൂടെ മാനേജ്മെന്റ് ഓഫ് ബൈ റെഫറൽ ഡിഫറൽ ഓഫ് പ്ലേസ്മെന്റ് ഓഫ് ഏജ് ഓൾ, പിന്നെ നമുക്ക് കൂടുതൽ പിന്നെ യൂട്ടിലൈസേഷൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇനി ഇതിൽ നമുക്കിനി ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. വൈഡ് ഏരിയ ഇതോരോ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വൈഡ് ഏരിയ ആക്റ്റീവ് കൺട്രോൾ, അഡാപ്റ്റീവ് പ്രൊട്ടക്ഷൻ ആൻഡ് കൺട്രോൾ, നെറ്റ്വർക്ക് മാനേജ്മെന്റ് ഡിവൈസസ്, റിയൽ ടൈം നെറ്റ്വർക്ക് സിമുലേഷൻസ്, അഡ്വാൻസ്ഡ് സെൻസേഴ്സ് ആൻഡ് മെഷർമെന്റ്, ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മ്യൂണിക്കേഷൻ, നോളജ് എക്സ്ട്രാക്ഷൻ ബൈ ഇന്റലിജന്റ് മെത്തേഡ്സ്, നോവൽ ഡിസൈൻ ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമായിട്ട് ഇനി കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ള സംഗതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ ഒരു ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.